പ്രിയപ്പെട്ട നമസ്കാരം. വീണ്ടും ഒരു ബൈക്ക് യാത്ര. ഇന്നത്തില്ല കുറച്ചാഴ്ച മുമ്പ് പോയതാണ്. കുമളി തേക്കടിയിലേക്കാണ് ഞാനും എൻ്റെ കൂട്ടുകാരൻ തോമസും കൂടിയിട്ടുള്ള യാത്ര. ആലുവ പുഴ ഇതൊന്നും കാണാത്തതല്ല, പക്ഷേ അവിടേക്ക് നിന്നിട്ട് ഇത്തിരി നേരം നോക്കുമ്പോഴാണ് എൻ്റെ സൗന്ദര്യം അറിയുക എന്നുള്ളതാണ് എനിക്ക് എടുത്തു പറയാനുള്ളത്. മറ്റൊന്നുമല്ല, ഈ ബൈക്കിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന സൗന്ദര്യാസ്വാദനത്തിൻ്റെ ഭാഗമായിട്ട് കുറച്ചുകൂടി ഏജ്ഡ് ആകുമ്പോഴേക്കും നമുക്ക് പോകാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ പോകാനുള്ള ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ബൈക്ക് യാത്ര സംഘടിപ്പിച്ചത്. ഞാനും കൂട്ടുകാരനും കൂടിയിട്ട് വനഭംഗി എന്നൊക്കെ പറഞ്ഞാൽ വനഭംഗി തന്നെയാണ്, മറ്റൊരു വാക്കില്ല അതിന്. അടിപൊളി ചന്തത്തോടെ അത് ശരിക്കും നേരിട്ട് കണ്ട് അനുഭവിച്ച് പോകുന്ന രസകരമായ യാത്രയാണ് ബൈക്കിൽ. ഇതുപോലുള്ള മേഖലകളിൽ ബൈക്കിൽ പോകാൻ പറ്റുള്ളൂ. എല്ലാവർക്കും കഴിയില്ല എന്നറിയാം, എന്നാലും എൻ്റെ ഒരു ആഗ്രഹം അല്ലെങ്കിൽ അഭിപ്രായം പറഞ്ഞാണ്. ഇത് ഇടയ്ക്കൊരു പേഴ്സണൽ എക്സിബിഷനിസം ഉണ്ട്, അത് ക്ഷമിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വയസ്സാകുന്നതിന് മുമ്പുള്ള ചില ആഗ്രഹങ്ങളാണ്. ഇനി ഒരു 3-4 സ്ഥലത്തുണ്ട് അങ്ങനെയുള്ളൊരു സംഭവം. അതും കൂടി എൻ്റെ പ്രേക്ഷകർ ക്ഷമിക്കും, കാണുമെന്ന് വിചാരിക്കണം. പിന്നെ യാത്ര തന്നെ യാത്ര, ഇരുവശങ്ങളിലും വനം തന്നെയാണ്. ഇടയ്ക്ക് ചില ഡാമുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ യാത്രയുടെ ഒരു സുഖം നുകരുക എന്നതാണ് ലക്ഷ്യം. കാടെന്ന് പറഞ്ഞാൽ കാടാണ്, അതിൻ്റെ ഇരുപുറവും മലകളും കാടും പുഴയും അരുവികളും ഒക്കെ ആയിട്ട്. മഴ ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ടാണ് പോയത്. മഴയാത്ര ഒരു സുഖമാണേ, പക്ഷേ മഴയൊന്നും കിട്ടിയില്ല. അതുപോയി അവിടെ പോയി ഒരു ദിവസം താമസിച്ചു. ഞങ്ങൾ തിരിച്ച് തേക്കടിയിൽ താമസിച്ചില്ല. തേക്കടി കുമളിയിലൊന്നും താമസിക്കാൻ നിന്നില്ല. കാര്യം എന്ന് വെച്ചാൽ അവിടെ പ്രത്യേകിച്ചൊന്നും കാണാനില്ല. അപ്പോൾ തിരിച്ച് മറ്റൊരു സ്ഥലത്താണ് താമസിച്ചത്. അപ്പോഴൊന്നും മഴയൊന്നും കാര്യമായിട്ട് കിട്ടിയില്ല എന്നുള്ളൊരു സങ്കടം ഉണ്ടായിരുന്നു. കാരണം മഴയാത്ര ക്ഷീണം ഉണ്ടാവില്ല, നല്ല രസമായിരിക്കും യാത്ര. ഇങ്ങനെ കണ്ടില്ലേ, മലകളും പുഴകളൊക്കെ തന്നെ ഉള്ളത് ചിത്രത്തിലും സിനിമയിലും കാണും പോലുള്ളൊരു കാഴ്ചയാണ് ഇതൊക്കെ. ഇതൊരു വെള്ളം കൊണ്ടുവരുന്ന, അപ്പുറത്തെ മലയിൽ നിന്ന് കൊണ്ടുവരുന്ന ഒരു വെള്ളം പൈപ്പൊക്കെയാണത്. ഇത് ഒരു ആകാംക്ഷയ്ക്ക് വേണ്ടി എടുത്താണ് കേട്ടോ. ഇതൊരു സ്കൂളാണ്, SN UP സ്കൂൾ ചുരുളി എന്നാണ്. ചുരുളി എന്നുള്ള സിനിമ വന്നിരുന്നല്ലോ, അപ്പോൾ കണ്ടപ്പോൾ SN UP സ്കൂൾ ചുരുളിയാണ് എൻ്റെ സ്ഥലത്തിൻ്റെ പേര്. വീണ്ടും ഒരു എക്സിബിഷനിസം പേഴ്സണൽ, അത് രസമായിട്ട് കണ്ടാൽ മതി. ഇത് ചെറുതോണിയാണ്. കഴിഞ്ഞ 2018 പ്രളയത്തിൽ ഞങ്ങളിവിടെ ഉണ്ടായിരുന്നു. 2018 പ്രളയം തുടങ്ങിയത് 15-ന്, ഓഗസ്റ്റ് 15-നൊക്കെ രാത്രിയാണ്. 12-നും 13-നൊക്കെ ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ചെറുതോണിയുടെ ഭാഗത്ത് ഇടുക്കി ഞങ്ങൾ സന്ദർശനം നടത്തി. അന്ന് പോയിട്ട് കട്ടപ്പനയിൽ താമസിച്ചു. ഇത് അന്ന് പ്രളയത്തിൽ ഒലിച്ചുപോയ റോഡാണ്. അതിന് പകരം നിർമ്മിച്ച പാലമാണ്. ഈ റോഡും പാലമൊക്കെയാണ് ഇപ്പോൾ കണ്ടത് നമ്മൾ. പഴയ റോഡ് ആണ്. ചെറുതോണി ടൗൺ ആണിത്. ചെറുതോണി ടൗണാണ്. ഇതെൻ്റെ കൂട്ടുകാരൻ, അവൻ പഴയ ഓർമ്മകൾ ഇങ്ങനെ പങ്കുവയ്ക്കാം. എൻ്റെ ആ റോഡ് ഒലിച്ചു പോയതും അല്ലെങ്കിൽ ഇതൊക്കെ മുങ്ങിപ്പോയതിനെക്കുറിച്ചൊക്കെ പറയാം. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന ആ റോഡൊക്കെ വലിച്ചു പോയിട്ട് പിന്നെ അത് ശരിക്കും പണിത് പുതിയതായിട്ട് കൺസ്ട്രക്റ്റ് ചെയ്തതാണ് അതൊക്കെ. രണ്ടും ഇരുവശങ്ങളിലും മഹാസൗധങ്ങൾ പോലെ, കോട്ട മതിലുകൾ പോലെ ഉയർന്നു നിൽക്കുകയാണ് മലകളും പാറക്കെട്ടുകളൊക്കെ. ശരിക്ക് കാണണം എന്ന് പറഞ്ഞാൽ അത് കാണുമ്പോഴുണ്ടാകുന്നൊരു ആനന്ദമുണ്ട് സുഹൃത്തുക്കളെ, നല്ല രസമാണ്. ഇത് യാത്രക്കിടയിലൊരു സ്ഥലം തിരക്കേണ്ടപ്പോൾ നിർത്തിയതാണ്. നോക്കുമ്പോൾ വിഘ്നേശ്വരൻ്റെ ഒരു വലിയ പ്രതിമ ഉണ്ട് ഇവിടെ. തടസ്സങ്ങൾ നിൽക്കുന്ന ആളാണല്ലോ ഹൈന്ദവ പുരാണം പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ വിശ്വാസം. അങ്ങനെ ഇതാണ് വിഘ്നേശ്വരൻ്റെ വലിയൊരു പ്രതിമ. നേരത്തെ മലേഷ്യയിൽ പോയപ്പോൾ കണ്ട മുരുകൻ്റെ പ്രതിമ പോലെ അത്ര വലുതല്ലെങ്കിലും തരക്കേടില്ലാത്തത്. ഇവിടെയൊക്കെ ഒരു വശം ചെങ്കുത്തായ താഴ്ചയാണ്, മറുവശം ഹൈറ്റ് കൂടുതലാണ്. റോഡ് സംവിധാനം പറയാതിരിക്കാൻ വയ്യ കേട്ടോ. അവിടുത്തെ
ഗംഭീരമായിരുന്നു. ഇത് ചെറുതോണിയല്ല സോറി, ഇടുക്കിയുടെ ആർച്ച് ഡാമിൻ്റെ ഒരു ഭാഗമാണ്. ഈ വെള്ള കാണുന്നത്, മതിൽ കെട്ടിയ പോലെ കാണുന്നത് ആ രണ്ട് മലകൾക്കിടയിലുള്ള ഇതാണത്. അതും സൂപ്പറാണ്. രണ്ട് മലകൾക്കിടയിലുള്ള ആ കെട്ടാണത്. നന്നല്ല, ഇത് വെറുതെ ഒരു ആകാംക്ഷയ്ക്ക് വേണ്ടി എടുത്തു. ആ ഡ്രൈവറുടെ സ്കില്ല് അതൊന്ന് കണ്ടപ്പോഴേ ഇത്തിരി നേരം ഒന്ന് വിശ്രമിക്കാൻ വേണ്ടി നിർത്തിയതാണ് അവിടെ. ആ സമയത്ത് കണ്ടൊരു കാഴ്ച പകർത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അയാളുടെ ഡ്രൈവിംഗ് സ്കില്ല്, ആ ഡ്രൈവറുടെ ഹിറ്റാച്ചിയുടെ ഓപ്പറേറ്ററുടെ സ്കില്ല് കണ്ടപ്പോൾ ഒന്ന് എടുത്തു മാത്രം. അട്ടിപ്പം വളരെ അനായാസേന അതിനെ എടുത്ത് താഴത്ത് കൈ കൊണ്ടെടുത്ത് വയ്ക്കുമ്പോൾ പോലെ അങ്ങനെ എടുത്ത് വയ്ക്കാം. അപ്പോൾ അത് എന്താണെങ്കിലും ഗംഭീരമായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. വെറുതെ ഒരു കാഴ്ച എടുത്തു എന്ന് മാത്രമേ പ്രിയരെ. എത്ര ഈസി ആയിട്ടാണ് സാധനം താഴെ വന്നത്. ഓരോ ആൾക്കാർക്ക് അവനവൻ്റെ വർക്കുള്ള ആ ഒരു സ്കിൽ അതാണ്. ഇപ്പോൾ ഞങ്ങൾ തേക്കടിയിലെത്തി. പക്ഷെ എന്താ പ്രശ്നം ചോദിച്ചാൽ തേക്കടിയിലെത്തുമ്പോഴേക്കും ഞങ്ങൾ 3 മണിയായി. നല്ല സ്പീഡിലൊക്കെ വന്നു. ഇടയ്ക്ക് നിർത്തിയതുകൊണ്ട് ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തോണെങ്കിൽ സമയം വൈകി തോന്നുന്നു. 3 മണിക്ക് എത്തുമ്പോഴേക്കും ഇവിടുത്തെ ലാസ്റ്റ് ബോട്ട് സർവീസ് 3 മണിക്കാണ്. പക്ഷേ 2 മണിക്ക് തന്നെ സോൾഡ് ഔട്ടാണ് ടിക്കറ്റ്. പിന്നെ ഇവിടെ ഉള്ളിൽ ബോട്ടിലല്ലാതെ വെറുതെ ഇവിടെ കാണാൻ വേണ്ടി മാത്രം ടിക്കറ്റ് എടുത്ത് വന്നിട്ടാണ് ഇപ്പോൾ ഇവിടെ കണ്ടത്. ലാസ്റ്റ് ട്രിപ്പിനുള്ള യാത്രക്കാരാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പണ്ട് സ്കൂളിൽ ITIയിൽ പഠിക്കുമ്പോൾ വന്ന ഒരു ഓർമ്മയുണ്ട്. അന്ന് ഇങ്ങനെ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഈ തടാകം. മാത്രമല്ല എൻ്റെ കണ്ണിൽ കിടക്കുന്നൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മരക്കുറ്റികൾ, ഉണങ്ങിയ കറുത്ത മരക്കുറ്റികൾ ഈ ഡാമിൽ നിന്ന് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ചില അപ്പുറത്തൊക്കെ ഉണ്ടാകുമായിരിക്കാം, അവിടെയൊക്കെ ഉണ്ടാവും. അത് നശിച്ചു പോവില്ലല്ലോ. എന്നാലും കാഴ്ചയുണ്ട് ഇതൊക്കെ. ഇതിലിന് വെള്ളം നിറയാനുണ്ട്, കുറച്ചുകൂടി നിറയാനുണ്ട്. എന്നാൽ കുറച്ചുകൂടി നല്ല രസമുണ്ടാവുള്ളൂ. ഇതാ നമ്മുടെ തടാകത്തിൻ്റെ തീരപ്രദേശം അവിടെ കണ്ടില്ല, ദൂരെ കാട്ടുപോത്തുകൾ മേയുന്ന ഒരു കാഴ്ചയാണത്. അവിടെ ആ കോമ്പൗണ്ടിൽ തന്നെ ഒരു മാവ് വിശ്രമിക്കുകയാണ്. അയാൾക്കൊണ്ട് വിശ്രമിക്കുമ്പോൾ എടുത്താണ്. ഞാൻ നേരത്തെ പറഞ്ഞ റോഡ് സംവിധാനം എന്തായാലും നമ്മുടെ ഗവൺമെൻറ്റിനെ ഇത് ജൈവിളിക്കാതിരിക്കാൻ വയ്യ കേട്ടോ. അത്ര സൂപ്പർ റോഡുകളാണ്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, തേക്കടിയിൽ താമസിക്കാത്ത കുറേ ദൂരം അങ്ങോട്ട് തിരിച്ചു വന്നു. തൊടുപുഴയ്ക്കൊക്കെ കുറച്ച് ദൂരം ഉള്ളതാണ്. തൊടുപുഴയല്ല, മൂവാറ്റുപുഴ കയറാൻ വേണ്ടിയിട്ടായിരുന്നു പെരുമ്പാവൂർ. അങ്ങനെ അപ്പോൾ അവിടുന്ന് ആ ലോഡ്ജിൻ്റെ ഓണർ പറഞ്ഞൊരു സ്ഥലമാണത്. തൊട്ടടുത്ത് ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്, നന്നായിരിക്കും എന്ന് പറഞ്ഞിട്ട് വന്നതാണ്. അപ്പോൾ നോക്കുമ്പോൾ കാലത്ത് ഇലക്ട്രിക്കായിരുന്നു, നല്ല മിസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും അത് കാണാനൊരു മഹാസൗന്ദര്യം ഉണ്ടായിരുന്നു കേട്ടോ. ഇടുക്കി ഡാമിൻ്റെ ഒരു ഭാഗമാണ് അത്. ഈ പുലർകാലെ നേരത്തെ കാണുമ്പോൾ കാഴ്ചക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അവിടെയൊക്കെ വരുന്ന സ്ഥലങ്ങൾ, ആൾക്കാരൊക്കെ വരുന്ന സ്ഥലമാണത്. അവിടെ പ്ലാസ്റ്റിക് കുപ്പികളും കാര്യങ്ങളും വേസ്റ്റുകളൊക്കെ ധാരാളം ഇട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ മനുഷ്യരുത് വരുന്ന സ്ഥലമാണ് എന്ന് അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. നമുക്കതാണുള്ള പ്രത്യേകത. ഏത് സ്ഥലത്ത് പോയാലും നമ്മളെങ്ങനെ മലിനമാക്കാം എന്നുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവുമല്ലോ. അതിൻ്റെ ഭാഗമായിട്ട് അവിടെ കണ്ടു ധാരാളം പ്ലാസ്റ്റിക് കുപ്പികളും കാര്യങ്ങളും. അപ്പോൾ ഇതും ഒരു എക്സിബിഷനിസം. അത് നേരത്തെയും പറഞ്ഞ പോലെ തന്നെ അതിന് കാര്യമാക്കേണ്ട. വയസ്സാകുമ്പോൾ ഓരോരോ മോഹങ്ങൾ ഇനി ഒരു തവണയും കൂടി ഉണ്ടാവും. ഇത് കാൽബരി മൗണ്ട്, ഫോറസ്റ്റിൻ്റെ അണ്ടറിലുള്ള വൈൽഡ് ലൈഫ് ഫോറസ്റ്റിൻ്റെ അണ്ടറിൽ കാൽബരി മൗണ്ട് എന്ന ടൂറിസ്റ്റ് കേന്ദ്രം. അത് ഒരു നല്ല കാഴ്ചയാണത്. എൻ്റെ പരിസര പ്രദേശങ്ങളൊക്കെയാണത്. ഓരോരോ വൈവിധ്യങ്ങളെ എന്ത് രസമാണറിയാം. അതൊക്കെ ഭൂമിയുടെ സൗന്ദര്യത്തിൻ്റെ വൈവിധ്യങ്ങൾ കാണാൻ ഭയങ്കര രസമാണത്.
അപ്പം അങ്ങോട്ട് ആ ഒരു വ്യൂ പോയിന്റിലേക്കുള്ള വഴിയാണ്. ഇവിടെ താമസിക്കാനുള്ള സൗകര്യമൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഏർപ്പാടെന്ന് പറഞ്ഞാൽ വാടക കൊടുത്തിട്ടാണ്, ഫ്രീ അല്ല. അതുണ്ട്. 2500 3000 തോന്നുന്നു വാടക. അത് ഞങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞാൽ അങ്ങനെയായിരുന്നു. അതുകൊണ്ട് ആ ഒരു സ്ഥലമൊക്കെ അതൊക്കെ താമസിക്കാനുള്ളതാണ്. ഇതിൻ്റെയൊക്കെ ശരിക്കും അപ്പറിലുള്ള ആ റൂംസ് കിട്ടുകയാണെങ്കിൽ അതൊക്കെ മറക്കാനാവാത്ത കാഴ്ച നമുക്ക് പ്രദാനം ചെയ്യും. ഇതാണ് ഇടുക്കി ഡാമിൻ്റെ മറ്റൊരു ഭാഗം. നിറഞ്ഞു നിൽക്കുന്ന വെള്ളം, അത് കണ്ടാലും മതിവരാത്ത കാഴ്ചയാണ് കേട്ടത്. നമ്മൾ കടൽ തീരത്തൊക്കെ പോയിട്ടിരിക്കില്ലേ, അപ്പോൾ അത് മടങ്ങി വരാൻ തോന്നാത്ത രീതിയിൽ അവിടെ ഇരിക്കും എന്നതുപോലെ ഇവിടുന്ന് ഇരുന്നപ്പോൾ മടങ്ങി വരാൻ തോന്നാത്ത ഇരിക്കാൻ സൗകര്യം ചെയ്തിട്ടുണ്ട്. ഏകദേശം കുറച്ച് നമ്മുടെ ആൾക്കാർ കണ്ടിട്ടുണ്ടാവും, അത് കാണാത്തതൊന്നുമല്ല. പിന്നെ ഞാനിതെന്താ പോസ്റ്റ് ചെയ്യാൻ കാരണം എന്ന് ചോദിച്ചാൽ, വനസൗന്ദര്യം കണ്ടാലും മതി വരില്ല, കടൽ പോലെ തന്നെ. അത് വനത്തോട് താല്പര്യമുള്ള ആൾക്കാർ കുറച്ചുണ്ടാവുമല്ലോ, അപ്പോൾ അവർക്ക് വേണ്ടിയും പിന്നെ എൻ്റെ ഒരു സംതൃപ്തിക്ക് വേണ്ടി ഞാൻ ഇട്ടുമെന്ന് മാത്രമേ ഉള്ളൂ. ആവശ്യമുള്ളവർ കാണുക, ലൈക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ഷെയർ ചെയ്യുകയോ ചെയ്യുക. അത്ര വലിയ കാഴ്ചകൾ കിട്ടുന്ന അവകാശപ്പെടാനില്ല. പക്ഷേ പ്രകൃതിയുടെ വൈവിധ്യങ്ങളും പ്രകൃതി സൗന്ദര്യത്തിൻ്റെ പിന്നെ പ്രത്യേകതകളും ഒക്കെ ഇതിൽ കാണുന്നുണ്ട്. നല്ല ചന്തമുള്ള പ്രദേശത്തെ നമുക്ക് നേരിട്ട് കാണാവുന്ന ഒരു ഇതുണ്ട്. ഇത് നമ്മൾ തിരിച്ചു വരുന്ന വഴിക്ക് അവിടെ തന്നെ കൽവരി മൗണ്ടിൻ്റെ അടുത്ത് തന്നെയാണ് ഒരു വീടിൻ്റെ കോമ്പൗണ്ടിൽ നിർമ്മിച്ച് വെച്ചിട്ടുള്ളൊരു കപ്പലിൻ്റെ മോഡലാണ്. അതിൻ്റെ ഒരു ഭംഗി കണ്ടപ്പോൾ ഒന്ന് പകർത്തിയതാണ് ഞാൻ. അത് നല്ല രസമുണ്ടായിരുന്നു. അത് നല്ല ശരിക്കൊരു ഒറിജിനാലിറ്റി. പക്ഷേ വലിയ കപ്പലല്ലാന്ന് മാത്രം. ഒരു കപ്പലിൻ്റെ അതല്ല അതിൻ്റെ എല്ലാം നന്നായിട്ടുണ്ട്. ഒരാൾ നിൽക്കുന്ന പോലെ തോന്നല്ലേ. ഒരു കപ്പിത്താൻ്റെ ഒരു മോഡലിലുള്ള ഒരാളുടെ പ്രതിമ വെച്ചിരിക്കുന്നതാണ്. പണ്ടത്തെ വാസ്കോ ഗാമ പോലുള്ള ആൾക്കാരൊക്കെയുള്ള അന്നത്തെ ചിത്രങ്ങളാണ് മനസ്സിൽ ഓർമ്മ വരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള എന്നാലും ഞങ്ങൾ വീണ്ടും മടങ്ങുകയാണ്. നല്ല യാത്രയായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ റോഡിൻ്റെ ഒരു സൗന്ദര്യം അല്ലെങ്കിൽ നിർമ്മാണ ചാതുര്യം, കേടില്ലാത്ത റോഡുകൾ കാണുമ്പോൾ അത് നല്ല യാത്രയായിരുന്നു കൂടെ പറയാതിരിക്കാൻ വയ്യ. ആ മേഖലയിൽ മുഴുവൻ നല്ല നല്ല റോഡുകളാണ്. പ്രധാനമായിട്ട് വെള്ളം നിൽക്കുന്ന പ്രശ്നമില്ലല്ലോ. കുന്നും മലയും ചെരിഞ്ഞ റോഡുകളൊക്കെ തന്നെയല്ലേ. അപ്പോൾ അതുകൊണ്ട് വെള്ളം നിൽക്കില്ല. പിന്നെ നിർമ്മാണത്തിന് ചാതുര്യം ഉണ്ടാവും. നമ്മുടെ ആളുകളൊക്കെ എത്രയൊക്കെ ആണെങ്കിലും ഈ നിർമ്മാണത്തിലെ തകരാറുകളാണല്ലോ. റോഡൊക്കെ പെട്ടെന്ന് പോകണമെന്ന് പറയേണ്ട കാര്യമില്ല. അതൊക്കെ പറയുകയാണെങ്കിൽ കുറച്ച് കൂടുതൽ പറയാനുണ്ട്. റോഡ് നിർമ്മാണം അല്ലെങ്കിൽ നമ്മുടെ ജനങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള സംഗതികളൊക്കെ നിർമ്മിക്കുമ്പോൾ സത്യസന്ധത പുലർത്താതെ കമ്മീഷൻ ബേസിൽ കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന തകരാറാണ്. അതൊക്കെ ഒരുപാട് പറയാനുണ്ട്. അത് ഇതിലേക്ക് ഉൾക്കൊള്ളിക്കുന്നില്ല. അത് നമ്മളാരുടെയും പോട്ടെ, ശത്രു ആകാൻ മടിയൊന്നുമില്ല. പറയാം, മറ്റൊരു ഘട്ടത്തിൽ പറയാം. ഇത് നമ്മുടെ ചെറുതോണി നേരത്തെ കാണിച്ചില്ല. അപ്പോൾ അവിടെയൊക്കെ അതിലേക്കുള്ള പുഴയാണെന്നാണ് പറഞ്ഞത്. അതിൽ എന്തൊരു സൗന്ദര്യം അറിയാം. എത്ര മലമടക്കുകളുടെ ഇടയിലൂടെയാണ് ഇതിൻ്റെ ആ ഒരു വരവ് നോക്കും. ആ പുഴ അത് നല്ല ഒരു പ്ലേസ്, അടിപൊളിയായിട്ടുള്ള നല്ല കാഴ്ച. അപ്പോൾ എന്താണെങ്കിലും ഞങ്ങളിങ്ങനെ ഒരു യാത്ര വീണ്ടും വന്നതാണ് ബൈക്കിൽ. അങ്ങനെ വനസൗന്ദര്യം ആസ്വദിക്കാനായിട്ട്. ഇപ്പോൾ ഇടുക്കി ഭാഗത്തേക്ക് 2 തവണയായി വരുന്നു. നല്ല ഒരു കാഴ്ചകൾ. ഇത് പാംപ്ല എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ ബോർഡ് കണ്ടു. അപ്പോൾ അവിടെ ചെറിയൊരു ഡാം, 2 മലകൾക്കിടയിലുള്ളൊരു ഡാം തടഞ്ഞു നിർത്തിയിട്ടുണ്ട്. അതൊരു കൗതുകം തോന്നിയപ്പോഴതും ഒപ്പിയെടുത്താണ്. എനിവേ നല്ലൊരു യാത്ര ആണ്. കാടിൻ്റെ ചന്തം കാണാൻ വേണ്ടിയിട്ടുള്ളൊരു സൗകര്യമാണ്. ആവശ്യമുള്ളവർ കാണുക, ഇഷ്ടമുള്ളവർ ലൈക്ക് ചെയ്യുക. അതില്ലെങ്കിലും ഇതൊരു കാഴ്ച വലിയൊരു വമ്പൻ കാഴ്ചയാണെന്നും അല്ലെങ്കിൽ ഇഷ്ടംപോലെ ലൈക്ക് കിട്ടേണ്ടതാണെന്നും എനിക്ക് അവകാശപ്പെടാനില്ല. പക്ഷേ വനസൗന്ദര്യം ആസ്വദിക്കാവുന്ന ഏലത്തിൻ്റെ ഏലത്തോട്ടം സൈഡ് കൂടെയാണ്. എന്താണെങ്കിലും ഈ യാത്ര വനസൗന്ദര്യം, കാടിൻ്റെ ചന്തം ആസ്വദിക്കാനുള്ളതാണ്. മടങ്ങുന്നു. കണ്ടതിൽ നന്ദി, സന്തോഷം.